യഥോധർമ്മ സ്തതോജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് തീർത്ഥാടനത്തിലായിരിക്കുന്ന പാണ്ഡവർക്ക് ലോമശ മഹർഷി അഷ്ടാവക്രൻ്റെ കഥ വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞു നിർത്തിയത്. അഷ്ടാവക്രൻ്റെ താമസ സ്ഥലത്തെക്കുറിച്ചും ആ തീർത്ഥത്തെക്കുറിച്ചും കേട്ടുകഴിഞ്ഞ പാണ്ഡവർ ആ സമാംഗ നദിയിൽ കുളിച്ച് ഏതാനും നാളുകൾ അഷ്ടാവക്രൻ വസിച്ചിരുന്ന ആ ആശ്രമത്തിൽ വസിച്ചതിന് ശേഷം തുടർന്ന് ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി ലോമശൻ പാണ്ഡവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് മൈനാകപർവ്വതവും വിനശന തീർത്ഥം, കമലക പർവ്വതനിരകൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം ഹിമാലയത്തിലുള്ള പല പർവ്വതങ്ങളും നദികളും ഒക്കെ സന്ദർശിച്ച് ഗന്ധമാദക പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തും. ഗന്ധമാദക പർവ്വതത്തിൻ്റെ ഉയരെ ഉള്ള നരനാരായണാശ്രമം എന്നറിയപ്പെടുന്ന സിദ്ധാശ്രമത്തിലേക്ക് എത്തുക എന്നതായിരുന്നു ലോമശൻ്റെ ഉദ്ദേശം. ഭാരതം മുഴുവനും തീർത്ഥാടനം നടത്തിയ പാണ്ഡവർക്ക് ഈ തീർത്ഥാടനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമായ സിദ്ധാശ്രമത്തിലെത്താതെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നത് ഉചിതമല്ല എന്നറിയാവുന്നതിനാൽ ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കിയ ലോമശൻ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളും സന്ദർശിച്ചത്. എന്നാൽ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ പാണ്ഡവരെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അതിന് കാരണം വളരെയധികം പ്രദേശങ്ങളിൽ ജീവജാലങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും അവിടെ നിന്നൊക്കെ പലതരത്തിലുള്ള ശബ്ദങ്ങളും പുറത്ത് വരുന്നതായി അവർക്ക് ബോധ്യമാവുകയും ചില പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള അത്ഭുത ജീവജാലങ്ങളും അവർ കാണാനിടയാവുകയും എല്ലാ പ്രദേശങ്ങളും വളരെ തണുപ്പുള്ള അതായിരുന്നു എങ്കിലും ചില പ്രദേശങ്ങളിൽ എപ്പോഴും മഴ പെയ്ത് ഇരിക്കുന്നതായും ചില പ്രദേശങ്ങളിൽ മഴ തന്നെ ലഭിക്കാതിരിക്കുന്നതായും ഒക്കെ അവർക്ക് ബോധ്യമാവുകയും എപ്പോഴും തണുത്ത ഈ പ്രദേശത്ത് ചില അരുവികളിൽ ചൂടുവെള്ളം പ്രവഹിക്കുന്നതായിട്ടും ചില തീർത്ഥഘട്ടങ്ങളും നീരുറവകളുമൊക്കെ ചൂടുവെള്ളം ലഭിക്കുന്ന അതും അവർ കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. എന്നാൽ ഇവയൊക്കെ അവിടെ ഉണ്ടാകാവുന്നതിനുള്ള കാരണങ്ങൾ മുൻ യുഗങ്ങളിൽ പല ശ്രേഷ്ഠ ഋഷിവര്യന്മാരുടെയും അനുഗ്രഹത്താലാണ് സംഭവിച്ചത് എന്ന കഥകൾ ലോമശൻ പാണ്ഡവർക്ക് വിവരിച്ചു കൊടുക്കുകയും ഇവയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ സിദ്ധാശ്രമത്തിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടി ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഈ ഗന്ധമാദക പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തിയത്. ഇനി ഈ ഗന്ധമാദക പർവ്വതം കയറുക എന്നത് വളരെ ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ലോമശൻ പാണ്ഡവരെ പറഞ്ഞ് മനസ്സിലാക്കി. എങ്കിലും ആ പർവ്വതം തരണം ചെയ്യാതെ ചിത്രാശ്രമത്തിലെത്തുക എന്നത് അസാധ്യമായതിനാൽ അത് തരണം ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ച് മുന്നോട്ട് നടക്കവേ പെട്ടെന്ന് പാഞ്ചാലി മോഹാലസ്യപ്പെട്ട് വീഴാൻ പോവുകയും വീഴുന്നതിന് മുമ്പ് തന്നെ അടുത്തുണ്ടായിരുന്ന നകുലൻ പാഞ്ചാലിയെ താങ്ങിക്കൊള്ളുകയും ചെയ്തു. വളരെ നാളുകളായി വിശ്രമമില്ലാത്ത യാത്ര കൊണ്ടും
കൃത്യസമയത്തുള്ള ഭക്ഷണമില്ലായ്മയാലും അവശയായി കഴിഞ്ഞ പാണ്ഡവർ പലരും, അതിലേറ്റവും കൂടുതൽ അവശയായ പാഞ്ചാലിയാണ് വീഴാനിടയായത്. പാണ്ഡവരുടെ അധിക സമയത്തെ പ്രയത്നം കൊണ്ട് പാഞ്ചാലിയെ മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്തുകയും, എന്നാൽ ഈ സാഹസമായ പർവ്വത കയറ്റം എങ്ങനെ സാധ്യമാകും എന്ന് ആലോചിക്കവേ സാധാരണ വളരെ ക്ലേശപരമായ യാത്രയിൽ പാഞ്ചാലിയെ മുന്നോട്ട് നയിക്കുന്നതിലേക്ക് പ്രയത്നിക്കുന്നത് കൂടുതലും ഭീമനായിരുന്നുവെങ്കിലും ഭീമൻ അടക്കമുള്ള പാണ്ഡവരെല്ലാവരും വളരെയധികം ഈ യാത്രയിൽ അവശരായിരുന്നു. ഈ സമയം എന്താണ് ഇതിനുചിതമായ ഒരു മാർഗം എന്ന് ആലോചിച്ച ഭീമസേനന് തനിക്ക് ഹിഡിംബിയിലൊരു പുത്രനുള്ളതും ആ പുത്രൻ താൻ ആഗ്രഹിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലെത്തിക്കൊള്ളാമെന്ന് വാക്ക് നൽകിയതുമായ കാര്യങ്ങൾ ഓർമ്മ വരികയും തന്നെപ്പോലെ ബലവാനായ ഘടോത്കചൻ്റെ സഹായം ഇപ്പോൾ എനിക്കാവശ്യമാണെന്ന് തോന്നുകയും പുത്രനെ മനസ്സിൽ ഞാൻ ഓർക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഘടോത്കചൻ ഭീമസേനൻ്റെയും പാണ്ഡവരുടെയും മുൻപിൽ പ്രത്യക്ഷനാവുകയും ഭീമസേനനെയും പാണ്ഡവരെയും വണങ്ങി നിൽക്കുകയും ചെയ്തു. ഭീമസേനൻ ഘടോത്കചനോടായി പറഞ്ഞു, അല്ലയോ പുത്ര ഘടോത്കച, നീ പാഞ്ചാലിയെ ഈ ഗന്ധമാദക പർവ്വതത്തിൻ്റെ മുകളിൽ എടുത്തുകൊണ്ടെത്തിക്കുക എന്ന്. ഇത് കേട്ട ഘടോത്കചൻ തൻ്റെ പിതാവിനും പിതൃ സഹോദരങ്ങളുമൊക്കെ വളരെ അവശനായിരിക്കുന്നു എന്ന് ബോധ്യമായ ഘടോത്കചൻ മനസ്സുകൊണ്ട് തന്നെ ഓർത്ത് തൻ്റെ കൂട്ടാളികളായ ഏതാനും രാക്ഷസരെ അവിടെ വരുത്തുകയും അവരോരോരുത്തരായി പാണ്ഡവരെ എടുത്ത് വളരെ നിസ്സാരമായി ഗന്ധമാദക പർവ്വതത്തിൻ്റെ ഉയരത്തിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഗന്ധമാദക പർവ്വതം തരണം ചെയ്ത പാണ്ഡവർ അങ്ങനെ സിദ്ധാശ്രമത്തിലേക്ക് നടന്നു. സിദ്ധാശ്രമത്തിൻ്റെ പരിസരമെന്ന് പറയുന്നത് വളരെ അവരെ അത്ഭുതം കൊള്ളിച്ചു. ഇത്രയും വിശാലമായ ഹിമാലയത്തിൻ്റെ വടക്കേ നിരയിലുള്ള ഇത്രയും ക്ലേശകരമായ പർവ്വതത്തിൻ്റെ മുകളിലുള്ള അതിവിശാലമായ പ്രദേശവും ആ പ്രദേശത്ത് ബദരീ വൃക്ഷങ്ങളാൽ നിറയപ്പെട്ട ഈ പ്രദേശം വളരെ ശോഭനമായ, എപ്പോഴും സുഗന്ധം വഹിക്കുന്ന അനേകം പുഷ്പലതാദികൾ കൊണ്ട് നിറഞ്ഞതും ഒരു തരത്തിലുള്ള ദുഷ്ടജന്തുക്കളോ ദുഷ്ടജീവജാലങ്ങളോ ഇല്ലാത്തതും എന്തിനേറെ വളരെ കൗതുകവും മനസ്സിന് ആനന്ദം ലഭിക്കുന്നതുമായ ചിത്രശലഭങ്ങളും മറ്റ് എല്ലാ വൃക്ഷലതാദികളും കാണുമ്പോൾ തന്നെ വളരെയധികം മനസ്സിന് ആനന്ദം ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സിദ്ധാശ്രമത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. സിദ്ധാശ്രമത്തിനടുത്തെത്തിയ പാണ്ഡവരെ ആശ്രമവാസികളായ അനേകം സന്യാസിമാർ മുന്നോട്ട് വന്ന് സ്നേഹപൂർവ്വം ആനയിച്ച് സിദ്ധാശ്രമത്തിലെത്തിക്കുകയും വളരെ സന്തോഷമായ ഏതാനും നാളത്തെ സിദ്ധാശ്രമത്തിലെ വിശ്രമത്തോടുകൂടി പാണ്ഡവർ പൂർവാധികം കരുത്തരാവുകയും ഓജസ്സും ഉന്മേഷവും വീണ്ടും കിട്ടുകയും ചെയ്തു. അങ്ങനെ അവർ 9 ദിവസങ്ങളോളം തുടർച്ചയായി അവിടെ താമസിച്ചതിനു ശേഷം സിദ്ധാശ്രമത്തിന് ചുറ്റുമുള്ള അനേകം പർവ്വതങ്ങളും മലനിരകളും വിശിഷ്ടമായ വനപ്രദേശങ്ങളുമൊക്കെ പാണ്ഡവർ എല്ലാവരും ഇറങ്ങി നടന്ന് കാണുന്ന അതിനോടൊപ്പം ഭീമസേനനും പാഞ്ചാലിയും ഒരുമിച്ച് വനഭംഗികൾ കണ്ടുകൊണ്ട് കുറച്ചു ദൂരം, വളരെ അധികം ദൂരം നടക്കാനിടയാവുകയും ആ നടക്കുന്നതിനിടയിൽ വളരെ ശക്തമായ ഒരു കാറ്റടിക്കുകയും ആ കാറ്റിലൂടെ വളരെ സുഗന്ധം വന്ന് ഏൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഇത്രയും മനോഹരമായ, ഇത്രയും സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഭീമസേനനും പാഞ്ചാലിയും അത്ഭുതപ്പെട്ട് ആ കാറ്റ് വരുന്ന പ്രദേശത്ത് ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയും
കാറ്റിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് ആ സുഗന്ധം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായി അവർക്ക് അനുഭവപ്പെടുകയും വീണ്ടും കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചപ്പോൾ കാറ്റിലൂടെ എന്തോ ഒരു സാധനം പറന്ന് അവരുടെ മുന്നിൽ വന്ന് വീഴാനിടയാവുകയും അതെന്താണ് എന്ന് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ വളരെ വലിപ്പമുള്ള ഒരു താമരപ്പൂവിൻ്റെ വലിപ്പത്തിൽ ഉള്ള ഒരു പുഷ്പം തന്നെയാണ് എന്നവർക്ക് ബോധ്യമാവുകയും അതിൽ നിന്നാണ് ഈ കാറ്റിലൂടെ എത്തിയ സുഗന്ധം വമിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി ആവുകയും 2-3 നാളുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ പൂ ആ ചെടിയിൽ നിന്ന് കൊഴിഞ്ഞിട്ട് എന്നവർക്ക് ബോധ്യമായെങ്കിലും നാളുകൾക്ക് ശേഷവും ഇത്രയും സുഗന്ധമുള്ള ഈ പുഷ്പം യഥാർത്ഥത്തിൽ പുഷ്പിച്ച് നിൽക്കുന്ന സമയത്ത് എന്തുമാത്രം സുഗന്ധമായിരിക്കും എന്ന് പാഞ്ചാലി ഭീമസേനോട് പറയുകയും അതിലേതാനും പുഷ്പങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ എത്ര ആനന്ദപ്രദമായിരിക്കും എന്ന് ഭീമസേനനെ അറിയിക്കുന്ന സന്ദർഭത്തിൽ, അല്ലയോ പ്രിയേ, ഈ പുഷ്പം എവിടെയാണുള്ളത് എന്ന് നോക്കി ഞാനത് നിനക്ക് കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ഭീമസേനൻ മുന്നോട്ട് നടക്കുകയും പാഞ്ചാലി തൻ്റെ കയ്യിൽ കിട്ടിയ ഈ പുഷ്പം എന്താണ് എന്നറിയുന്നതിലേക്ക് വേണ്ടി ഇതിനെയും കൊണ്ട് അങ്ങ് സിദ്ധാശ്രമത്തിൽ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ഭീമസേനൻ ഒറ്റയ്ക്ക് ആ കാറ്റ് വന്ന പ്രദേശം ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയും എന്നാൽ എത്രയോ സമയം ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിട്ടും വീണ്ടും കാറ്റ് വരുമ്പോൾ ആ സുഗന്ധം വരുന്നു എന്നുള്ളതിനപ്പുറം ഈ പുഷ്പം എവിടെയാണ് ഉണ്ടത് എന്ന് ഭീമസേനന് മനസ്സിലാവാതിരിക്കുകയും വീണ്ടും നടന്ന് ഒരു അഭ്യാസിയെപ്പോലെ തൻ്റെ ഗത കൊണ്ട് കാണുന്ന പർവ്വതങ്ങളെയും വലിയ വലിയ വൃക്ഷങ്ങളെയും ഒക്കെ തല്ലി തകർത്ത് ഭീമസേനൻ അങ്ങോട്ട് മുന്നോട്ട് പോകവേ അടുത്ത് അതിമനോഹരമായ ഒരു വാഴത്തോട്ടം കാണാനിടയായി. കദളി വാഴകൾ മാത്രം കുലച്ചു നിൽക്കുന്ന ആ അതിവിശാലമായ അതായത് കദളി വനത്തെ കണ്ട് ഭീമസേനൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയും കദളിക്കുലകൾ ഇങ്ങനെ കുലച്ച് പഴുത്തതും പഴുക്കാറായതുമൊക്കെയായി നിറച്ചു നിന്നിട്ടും ഈ കാനനത്തിൽ ഒരു പക്ഷികൾ പോലും ഇത് കൊത്തി തിന്നുന്നില്ല. എന്താണ് കാരണം എന്ന് ഞാൻ ആലോചിച്ച് മുന്നോട്ട് നടക്കവേ വഴിമധ്യത്തിൽ വളരെ വലിപ്പമുള്ളതും എന്നാൽ പടുവൃദ്ധനാണ് എന്ന് തോന്നത്തക്ക ഒരു വാനരൻ കിടക്കുന്നത് കണ്ടു. ഇത് കണ്ട് ഭീമസേനൻ, വാനര, ഒന്ന് വഴിമാറൂ, ഞാൻ മുന്നോട്ട് പോട്ട് എന്ന് പറയുകയും ഇത് കേട്ട ആ വാനരൻ, താങ്കൾ ആരാണ്? സാധാരണ ഈ കദളീവനത്തിൽ മനുഷ്യരെന്ന് മാത്രമല്ല പക്ഷി മൃഗാദികൾ പോലും വരാറില്ലല്ലോ. അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത് എന്നറിയിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനനാണ്. വായുപുത്രൻ ആണ് ഞാൻ എന്ന് പറയുകയും നിന്നോട് വിശേഷങ്ങൾ പറഞ്ഞ് സമയം കളയാൻ എനിക്ക് സമയമില്ല, എന്നെ മുന്നോട്ട് പോകാൻ അനുവദിച്ചാലും എന്ന് ഭീമസേനൻ ആ വാനരോട് പറഞ്ഞപ്പോൾ വാനരൻ വീണ്ടും തിരിച്ചു പറഞ്ഞു, അല്ലയോ, അങ്ങ് ശ്രേഷ്ഠനും പ്രസിദ്ധനുമായ ഭീമസേനനാണ് എന്ന് അങ്ങ് എന്നെ അറിയിച്ചല്ലോ. എനിക്ക് അത്ര ഒരു പ്രസിദ്ധിയൊന്നുമില്ല, എങ്കിലും വായുപുത്രൻ എന്ന് പറയുന്ന അങ്ങ് ഈ ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ചാടി അങ്ങ് മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് പറയുകയും ഇത് കേട്ട ഭീമസേനൻ അട്ടഹസിക്കും പോലെ ചിരിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, വാനര, നിനക്കെന്തറിയാം? വായുപുത്രനായ എനിക്ക് ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ ജനിച്ച ആ ജ്യേഷ്ഠൻ 100 യോജന
സമുദ്രത്തിലൂടെ ചാടി ലങ്കയിലെത്തിയിട്ടുണ്ട്. 100 യോജന ഒരുമിച്ച് ചാടാൻ കഴിഞ്ഞില്ലെങ്കിലും ഏതാനും യോജനയൊക്കെ എനിക്കും ചാടാൻ കഴിയും. എന്നാലും മനുഷ്യരെല്ലാവരും ആ ബ്രഹ്മത്തിൻ്റെ അംശങ്ങളായതുകൊണ്ട് ബ്രഹ്മം തന്നെയായ നീയും നിന്നെ മറികടന്നു പോവാൻ എനിക്ക് സാധ്യമല്ല. അത്തതിനാൽ നീ ഒന്ന് വഴിമാറിത്തരൂ, ഞാൻ മുന്നോട്ട് പൊയ്ക്കോട്ടെ എന്ന്. അല്ലയോ ശ്രേഷ്ഠനായ ഭീമസേന, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ അങ്ങയുടെ ജ്യേഷ്ഠനായ ഒരു വാനരൻ 100 യോജന സമുദ്രം തരണം ചെയ്തിട്ടുണ്ട് എന്ന്. അതെന്തിനാണ് എന്ന് അങ്ങക്കറിയാമോ? അതറിയാം. സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമചന്ദ്രന് വേണ്ടി ലങ്കയിലേക്ക് പോയതാണ് എൻ്റെ ജ്യേഷ്ഠനായ ഹനുമാൻ എന്നറിയിക്കുകയും ഇനിയും നിന്നോട് സംസാരിച്ച് സമയം കളയാൻ എനിക്കില്ല, എത്രയും പെട്ടെന്ന് വഴിമാറിത്തരൂ, ഞാൻ മുന്നോട്ട് പോകട്ടെ എന്ന് ഭീമസേനൻ ആ വാനരനോട് അറിയിക്കുകയും വാനരൻ വീണ്ടും വളരെ ദയനീയമായി പറഞ്ഞു, ഞാൻ വൃദ്ധനാണ്, എണീറ്റ് മാറുന്നതിന് എനിക്ക് കഴിയുന്നില്ല. അങ്ങയുടെ ആ ഗീത കൊണ്ട് എൻ്റെ ഈ വാലിനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങ് മുന്നോട്ട് പോയാലും എന്ന് വളരെ പുച്ഛത്തോടുകൂടി ആ വാനരനെ നോക്കിയിട്ട് ഭീമസേനൻ തൻ്റെ ഗത കൊണ്ട് നിസ്സാരമായി ആ വാലിനെ കിണ്ടി മാറ്റുന്നതിലേക്ക് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും വാൽ അനങ്ങുന്നില്ലെന്ന് കണ്ട് വീണ്ടും വീണ്ടും ബലം കൊടുത്ത് ആ വാലിനെ മാറ്റാൻ ശ്രമിച്ചിട്ട് അത് നടക്കാത്തത് കണ്ട് ഭീമസേനൻ അത്ഭുതപ്പെട്ടു. വൻ പർവ്വതങ്ങൾ പോലും കുത്തിപ്പറിക്കുന്ന ഈ ഗത കൊണ്ട് നിസ്സാരനായ ഒരു വാനരൻ്റെ വാലിനെ നീക്കാൻ കഴിയുന്നില്ലെന്നോ, വീണ്ടും അതീവ ബലം പ്രയോഗിച്ച് ഭൂമിയിലേക്ക് ഇങ്ങനെ ഇടിച്ച് ഗത കൊണ്ട് വാലിനെ ഇങ്ങനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അനങ്ങുന്നില്ലെന്ന് മാത്രമല്ല, പിന്നെ ഗത എടുക്കാനും കഴിയാത്തൊരവസ്ഥയായി. അപ്പോൾ ഭീമസേനന് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി. ഇത് നിസ്സാരനായ ഒരു വാനരനല്ലെന്നും ഏതോ ശ്രേഷ്ഠ വ്യക്തിത്വം എന്നെ പരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ഭീമസേനൻ, അല്ലയോ ശ്രേഷ്ഠ വാനര, അങ്ങ് ആരാണെന്ന് എന്നെ അറിയിച്ചാലും എന്നിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള അപമര്യാദയായി അങ്ങയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചാലും എന്ന് ആ വാനരനോട് അറിയിച്ചതിന് ശേഷം അങ്ങ് ആരാണ് എന്നെന്നെ അറിയിച്ചാലും എന്ന് പറയുകയും, ഇത് കേട്ട് കഴിഞ്ഞ വാനരൻ, അലയോ ഭീമസേന, നീ നേരത്തെ അറിയിച്ചിരുന്നല്ലോ ത്രേതായുഗത്തിൽ വായുപുത്രനായി എനിക്കൊരു ജ്യേഷ്ഠൻ ജനിച്ചിട്ടുണ്ടെന്നും ആ ജ്യേഷ്ഠൻ അങ്ങ് സമുദ്ര തരണം ചെയ്ത് ലങ്കയിൽ 100 യോജന ഒരുമിച്ച് ചാടിയെത്തിയിട്ടുണ്ടെന്നും ആ പറഞ്ഞ ആ ഹനുമാൻ ഈ ഞാൻ തന്നെയാണ് എന്ന്. ഇത് കേട്ട ഭീമസേനൻ അത്ഭുതപ്പെടുക മാത്രമല്ല ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഹനുമാൻ തന്നെ ഭീമസേനോട് പറഞ്ഞു, അലയോ പ്രിയ അനുജനായ ഭീമസേന, നീ ഈ പ്രദേശത്ത് വരുന്നു എന്ന വാസ്തവം ഞാൻ നേരത്തെ മനസ്സിലാക്കി. ശക്തൻ ആണ് നീ എങ്കിലും നിന്നിൽ അല്പം അഹങ്കാരം കടന്നുകൂടിയിട്ടുണ്ട് എന്നെനിക്കറിയാം. നിന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേഷത്തിൽ ഇവിടെ കിടന്നത്. നിന്നെ ഉപദേശിക്കുന്നതിലേക്ക് വേണ്ടിയും നിന്നെ അഹങ്കാരത്തിൽ വെടിഞ്ഞ് സന്മാർഗിക വഴിയിലൂടെ സഞ്ചരിക്കുന്നതിലേക്ക് വേണ്ടി നിന്നെ ഉപദേശിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ മാർഗം സ്വീകരിച്ചത്. എന്തായാലും ഒരു കാരണവശാലും ഒരു രാജാവായാലും രാജാവല്ലെങ്കിലും ഒരു യോദ്ധാവല്ലെങ്കിലും മനുഷ്യനായ ഒരു വ്യക്തിക്കും അഹങ്കാരം ഒരിക്കലും ഉചിതമല്ല. തന്നെക്കാൾ എളിയവരെയും വലിയവരെയും എല്ലാവരെയും വിനയത്തോടുകൂടി ആദരവോടുകൂടി ആണ് ഇടപഴകേണ്ടത്. നിന്റെ അഹങ്കാരം നിന്നിൽ നിന്ന് അകറ്റി നീ സന്മാർഗിക വഴിയിലൂടെ മുന്നോട്ട് ചലിക്കുക എന്ന് പറയുകയും
ഈ പ്രദേശത്ത് നീ എത്തിയ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച് അത് ആ പുഷ്പത്തെക്കുറിച്ച് വിവരിക്കുകയും അത് സൗഗന്ധിക പുഷ്പമാണ് എന്ന് ഹനുമാൻ ഭീമസേനനെ അറിയിക്കുകയും ഈ കാറ്റിലൂടെ സൗഗന്ധിക പുഷ്പത്തിൻ്റെ ഗന്ധം നിന്നിൽ അടുത്തെത്തിയെങ്കിലും ഇവിടെ അടുത്തൊന്നുമല്ല സൗഗന്ധിക പുഷ്പം ഉള്ളതെന്നും അത് കുബേരൻ്റെ പൊയ്കയിലാണ് സൗഗന്ധിക പുഷ്പം ലഭിക്കുകയെന്നും എന്നാൽ നിനക്ക് ആ പുഷ്പം ലഭിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുകയും ഭീമസേനൻ്റെ സഹായത്തോടുകൂടി സൗഗന്ധിക പുഷ്പവും നേടി ഭീമസേനൻ ഹനുമാൻ്റെ അനുഗ്രഹത്തോടുകൂടി തിരിച്ച് സിദ്ധാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. പ്രിയ ഭക്തജനങ്ങളെ, മഹാഭാരത കഥയിലെ ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. തുടർഭാഗത്ത് തുടർ കഥകൾ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.